ഹലോ എവ്രി വൺ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് UPSC പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള NCERT സ്ട്രാറ്റജിയാണ്. പല ബിഗിനേഴ്സിനും ഡൗട്ട്സ് ഉണ്ടാവാറുണ്ട്. ഏത് NCERTs വായിക്കണം, ഏത് ക്ലാസ്സിൽ നിന്നാണ് തുടങ്ങേണ്ടത്, എത്ര പ്രാവശ്യം റിവിഷൻ നടത്തണം, അല്ലെങ്കിൽ NCERTയിൽ നിന്ന് നോട്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ടോ, ഇങ്ങനെയുള്ള കുറേ ഡൗട്ട്സ് വരാറുണ്ട്. നമുക്ക് ഈ വീഡിയോയിൽ ഇത്തരത്തിലുള്ള എല്ലാ ഡൗട്ട്സ് എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്യാം. വീഡിയോയിലേക്ക് പോവാം. അതിനു മുന്നേ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫർദർ നോട്ടിഫിക്കേഷൻസിനായിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. വൈ NCERT ഈസ് ഇമ്പോർട്ടൻറ്റ്? UPSC പ്രിപ്പറേഷനിൽ NCERT ബുക്സിന് എന്താണ് ഒരു നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. സ്ട്രോങ് ബേസിക് കോൺസെപ്റ്റ്സ് ബിൽഡ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യും, NCERTs ഹെൽപ്പ് ചെയ്യും. UPSC എക്സാമിൽ വരുന്ന പല ക്വസ്റ്റ്യൻസും, പ്രത്യേകിച്ച് ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമി, പൊളിറ്റി, ഇവയിലെല്ലാം എന്താണ് പല കോൺസെപ്റ്റ്സും നേരിട്ടല്ലെങ്കിൽ ഇൻഡയറക്ട്ലി എന്താണ് NCERTസിനെ ബേസ് ചെയ്തിട്ട് ഉള്ളതാണ്. അതുകൊണ്ട് സ്റ്റാൻഡേർഡ് ബുക്സ് വായിക്കുന്നതിന് മുന്നേ എന്നാ ചെയ്യണം, എല്ലാ ആസ്പിരൻസും NCERT വെച്ചിട്ട് ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യുക എന്നത് എന്താണ് ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ശ്രദ്ധിക്കേണ്ടത്, ആദ്യം തന്നെ സ്റ്റാൻഡേർഡ് ബുക്സ് അല്ല പഠിച്ചു പോകേണ്ടത്, പകരം എന്ത് ചെയ്യുക, NCERTs വായിക്കുക. ഒരു എന്താണ് ബേസിക്സ് നല്ല രീതിക്ക് ബിൽഡ് ചെയ്യുക, നല്ലൊരു സ്ട്രോങ് ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യുക. അതിനുശേഷം മാത്രം എന്ത് ചെയ്യുക, സ്റ്റാൻഡേർഡ് ബുക്സിലേക്ക് കടക്കുക. അടുത്തതാണ് ഫ്രം വിച്ച് ക്ലാസ് ടു സ്റ്റാർട്ട്. 6ാം ക്ലാസ് തൊട്ട് 12ാം ക്ലാസ് വരെയുള്ള NCERT ടെക്സ്റ്റ് ആണ് സാധാരണയായിട്ട് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എന്താണ് എല്ലാവരും UPSC പ്രിപ്പറേഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഒരു 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള NCERT ബുക്സ് വായിക്കുന്നതാണ് നല്ലത്. എല്ലാ എന്താണ് സബ്ജക്റ്റിന്റെയും 6ാം ക്ലാസ് തൊട്ട് 12ാം ക്ലാസ് വരെ ഉള്ളത് വായിക്കണം എന്നില്ല. ഇപ്പം ഡിഗ്രി ഒരു എക്കണോമിക്സ് എടുത്ത ആൾക്ക് എന്ത് ചെയ്യാം, എക്കണോമിക്സിന്റെ NCERT സ്കിപ്പ് ചെയ്യാം. കാരണം അവർക്ക് അവിടെ എന്താണ് ഒരു ബേസിക്സ് ബിൽഡ് ചെയ്യാൻ, ഒരു ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. അപ്പൊ എന്ത് ചെയ്യുക, അങ്ങനെയുള്ളവർ ആ ഒരു NCERT മാത്രം സ്കിപ്പ് ചെയ്യുക, ബാക്കിയുള്ളത് വായിക്കുക. അല്ലെങ്കിലും 6ാം ക്ലാസ്സിലേക്ക് ടെക്സ്റ്റ് അറിയാന്നുള്ളവർ എന്ത് ചെയ്യുക, ഒരു 10ാം ക്ലാസ് തൊട്ടുള്ള ടെക്സ്റ്റ് വായിച്ചു നോക്കിയാലും മതിയാവും. ഇനിയിപ്പോൾ ഒട്ടും അറിയത്തില്ല, ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, 6ാം ക്ലാസ് തൊട്ടുള്ള NCERTs പഠിച്ചു പോവുക. ഇനി അടുത്തതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന NCERT സബ്ജക്ട്സ്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന NCERT സബ്ജക്ട്സ് ഏതൊക്കെയാണ്, നമുക്ക് പഠിക്കേണ്ടത് ഏതൊക്കെയാണ്, ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി, എക്കണോമിക്സ്, സൊസൈറ്റി. ഇത്രയും NCERTs ആണ് നമുക്ക് പഠിക്കേണ്ടത്. ഇപ്പൊ ഹിസ്റ്ററി പഠിക്കുമ്പോൾ നമ്മൾ അതിനകത്ത് എന്തൊക്കെ പഠിക്കും, ആൻഷ്യൻ, മിഡീവിയൽ, മോഡേൺ ഹിസ്റ്ററി നമുക്ക് ഈ ഹിസ്റ്ററിയുടെ NCERT പഠിക്കുന്നതുകൊണ്ട് മനസ്സിലാവും. അതുപോലെ തന്നെ എന്താണ് വേൾഡ് ജോഗ്രഫി, ഫിസിക്കൽ ജോഗ്രഫി, ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് ജോഗ്രഫിയുടെ NCERT പഠിക്കുന്നതുകൊണ്ട് മനസ്സിലാകും. അതുപോലെ തന്നെ എന്താണ് പൊളിറ്റി, എക്കണോമിക്സ്, ഇതിന്റെ എല്ലാ കോൺസെപ്റ്റ്സ് എന്താണ്, പല കോൺസെപ്റ്റ്സ് എന്തെല്ലാം NCERTയിലുണ്ട്. നമുക്കൊരു ബേസിക്സ് ബിൽഡ് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, NCERTs വായിച്ച് തുടങ്ങാം. ഓക്കെ, അപ്പം നമ്മൾ പഠിക്കേണ്ട സബ്ജക്ട്സ് ഏതൊക്കെയാണ്, ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി, എക്കണോമിക്സ്, ഇന്ത്യൻ സൊസൈറ്റി. ഇന്ത്യൻ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ സോഷ്യോളജിയുടെ NCERT ആണ് പഠിക്കുന്നത്. ഇനി അടുത്തതാണ് ഹൗ ടു റീഡ്. എങ്ങനെയാണ് NCERTs വായിക്കേണ്ടത്? ഓക്കെ, ഫസ്റ്റ് റീഡിങ്, ആദ്യത്തെ ആ ഒരു റീഡിങ്, അവിടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കണം. കംപ്ലീറ്റ് NCERT എന്താണ് മനസ്സിലാക്കുക. രണ്ടാമതായിട്ട് സെക്കൻഡ് റീഡിങ്ങിൽ എന്താണ് ചെയ്യേണ്ടത്, ഹൈലൈറ്റ് ചെയ്യുക. ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഹൈലൈറ്റ് ചെയ്യുക. തേർഡ് റീഡിംഗ് എന്ന് പറയുന്നത് എന്താണ്, റിവിഷൻ ആണ്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് NCERT വായിക്കേണ്ടത്, ഫസ്റ്റ് റീഡിങ് അണ്ടർസ്റ്റാൻഡിങ്, സെക്കൻഡ് റീഡിങ് ഹൈലൈറ്റ് ചെയ്യുക, തേർഡ് റീഡിങ് റിവിഷൻ. ഓക്കെ, ഇനി അടുത്തതാണ് NCERTയുടെ നോട്ട്സ് മേക്ക് ചെയ്യണോ എന്നുള്ളത്. NCERT നോട്ട്സ് വേണോ? ഓക്കെ, വേണമെന്നുള്ളവർക്ക് എന്ത് ചെയ്യാം, NCERTയുടെ നോട്ട്സ് മേക്ക് ചെയ്യാം എന്ന് പറഞ്ഞൊരു പേജ് മുഴുവൻ ഒരു കോൺസെപ്റ്റ് അങ്ങനെയല്ല എഴുതി വെക്കേണ്ടത്. പകരം എന്ത് ചെയ്യുക, ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക. ഹൗ മെനി ടൈംസ് ടു റിവൈസ്, എത്ര ടൈം റിവൈസ് ചെയ്യണം, ഒരു 3 to 4 തവണയെങ്കിലും എന്ത് ചെയ്യുക, NCERTs റിവൈസ് ചെയ്യുക. റിവിഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളൊരു കാര്യം പഠിച്ചു അത് ഓർക്കണമെങ്കിൽ എന്ത് ചെയ്യണം, റിവിഷൻ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പൊ എന്ത് ചെയ്യുക, ഒരു 3 or 4 തവണയെങ്കിലും എന്ത് ചെയ്യുക, NCERTയുടെ റിവിഷൻ നടത്തുക. ഷോർട്ട് നോട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടല്ലോ, അത് വെച്ചിട്ട് വേണമെങ്കിലും എന്ത് ചെയ്താൽ മതി, റിവിഷൻ നടത്തിയാലും മതിയാവും. ചെയ്യുന്ന കോമൺ മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. റീഡിങ് ടു മെനി ബുക്സ്, കുറേ അധികം ബുക്സ് വായിക്കുന്നത്, റിവിഷൻ പ്രോപ്പർ ആയിട്ടുള്ള റിവിഷൻ നടത്താത്തത്, ബേസിക്സ് അതായത് NCERT ഒക്കെ എന്ത് ചെയ്യുക, പഠിക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യും, സ്റ്റാൻഡേർഡ് ബുക്സ് പഠിക്കും. ആ ഒരു രീതിയിൽ ബേസിക്സ് ഇഗ്നോർ ചെയ്യുന്നത്. NCERT പഠിക്കാനുള്ള ഒരു ഓർഡർ പറഞ്ഞുതരാം. ആദ്യം എന്ത് ചെയ്യുക, ഹിസ്റ്ററി, പിന്നെ ജോഗ്രഫി, പൊളിറ്റി, എക്കണോമി,
ഇതെന്താണ്? ഇതൊരു നല്ല ഓർഡർ ആണ്. ഈ ഒരു ഇത് നമുക്ക് പഠിച്ചു പോവാം. അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടി കോൺസെപ്റ്റ്സ് ഒക്കെ ക്ലിയർ ആയിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ഏത് സബ്ജക്റ്റ് ആണോ പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ NCERT എന്ത് ചെയ്യുക? ആദ്യം പഠിക്കുക. ഇപ്പൊ ആദ്യം ഞാൻ പൊളിറ്റി ആണ് പഠിക്കാനായിട്ട് ഇരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുക? ആദ്യം പൊളിറ്റിയുടെ NCERTs കംപ്ലീറ്റ് ചെയ്യുക, റിവിഷൻ നടത്തുക. അതിനുശേഷം മാത്രം എന്ത് ചെയ്യുക? പൊളിറ്റിയുടെ സ്റ്റാൻഡേർഡ് ബുക്ക് പഠിച്ചു പോവുക. എല്ലാവർക്കും എന്താണ് എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് തോന്നുന്നു. UPSC, CSCക്ക് വേണ്ടിയിട്ടുള്ള നോട്ട്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ CSATന്റെ ക്ലാസ്സസും അവൈലബിൾ ആണ്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമ്മൾ നോട്ട്സും ക്ലാസ്സസും പ്രൊവൈഡ് ചെയ്യുന്നത്. ആർക്കെങ്കിലും നോട്ട്സോ ക്ലാസ്സോ വേണമെന്നുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യുക? എന്നെ കോൺടാക്ട് ചെയ്താലും മതിയാവും. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഷെയർ ചെയ്തേക്കാം. അതിൽ ജോയിൻ ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി? എനിക്കൊരു മെസ്സേജ് ചെയ്താൽ മതിയാവും.